ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ലീമ പ്രസാദ്, നഴ്സിംഗ് ലെക്ചറർ. നമ്മൾ ഫാർമക്കോളജി ലെസൺസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NSAIDs ആയിരുന്നു പഠിച്ചത്. ഈ NSAIDs അനാൽജസിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അനാൽജസിക്സ് യൂണിറ്റ് 3 ഡ്രഗ്സ് യൂസ്ഡ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ആദ്യത്തെ ടോപ്പിക് അനാൽജസിക്സ് ആണ്. അനാൽജസിക്സ് മീൻസ് പെയിൻ കില്ലേഴ്സ്. അപ്പോൾ ഈ പെയിൻ കില്ലേഴ്സിനെ അല്ലെങ്കിൽ അനാൽജസിക്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് NSAID, അതായത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഇത് മൈൽഡ് ടു മോഡറേറ്റ് പെയിന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ് കഴിഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി ഒപ്പിയോയിഡ് അനാൽജസിക്സ് ഓർ നാർക്കോട്ടിക്സ്. ഓക്കെ, ഈ ഒപ്പിയോയിഡ് അനാൽജസിക്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന കാറ്റഗറി അത് മോഡറേറ്റ് പെയിൻ ടു സിവിയർ പെയിന് കൊടുക്കുന്ന മരുന്നുകളാണ്. ഇത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഡ്രഗ്സ് ആണ്. കാരണം അബ്യൂസ് ചെയ്യപ്പെടാറുള്ള ഡ്രഗ് ആയതുകൊണ്ട് തന്നെ, കാരണം ഇതിനൊരു സെഡേഷൻ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സൈക്കോളജിക്കൽ വെൽബീങ് അങ്ങനെയുള്ള പ്രശ്നം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അബ്യൂസ് ചെയ്യപ്പെടാറുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ ഒപ്പിയോയിഡ്സ്. ഓക്കെ, സോ ഈ ഒപ്പിയോയിഡ്സിൽ വരുന്ന മോർഫിൻ എന്ന് പറയുന്ന മരുന്നിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ മോർഫിൻ, വാട്ട് ഈസ് മോർഫിൻ? ഈ മോർഫിൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോർഫിൻ ഈസ് എ നാച്ചുറൽ ഒപ്പിയോയിഡ്. ഓക്കെ, നാച്ചുറൽ ഒപ്പിയോയിഡ് അനാൽജസിക്സ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. ഇനി ഒപ്പിയോയിഡ്സിനെ മെയിനായിട്ട് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: നാച്ചുറൽ ഒപ്പിയോയിഡ്സ്, സിന്തറ്റിക് ഒപ്പിയോയിഡ്സ് ആൻഡ് സെമി സിന്തറ്റിക് ഒപ്പിയോയിഡ്സ്. ഓക്കെ, ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ഉണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ഉണ്ട്, സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ്സും ഉണ്ട്. നാച്ചുറൽ ഒപ്പിയോയിഡ്സിൽ പെടുന്ന രണ്ട് മരുന്നുകളാണുള്ളത്. ഒന്ന് മോർഫിൻ. മോർഫിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഒപ്പിയോയിഡാണ്. ഓക്കെ, രണ്ട് കോഡീൻ എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒപ്പിയോയിഡാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ മെഡിസിനായിട്ട് നമ്മൾ OTയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളാണ്. OTയിലും ICയിലും ഒക്കെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒപ്പിയോയിഡ്സ് ആണ്. ഓക്കെ, ഇനി സിന്തറ്റിക് ഒപ്പിയോയിഡ്സ് പറയുകയാണെങ്കിൽ പെത്തഡീൻ, ഫെൻറ്റനൈൽ, ട്രാമഡോൾ, മെത്തഡോൺ, ഇതൊക്കെ സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡുകളിൽ പെടുന്നു. ഇതെല്ലാം നമ്മൾ OTയിലും ICയിലും ഒക്കെ ഉപയോഗിക്കാറുള്ള മരുന്നുകളാണ്. ഓക്കെ, സോ പെത്തഡീൻ, ഫെൻറ്റനൈൽ, മെത്തഡോൺ ആൻഡ് ട്രാമഡോൾ ഇതെല്ലാം തന്നെ സിന്തറ്റിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സെമി സിന്തറ്റിക് ഫോം ഉണ്ട്. ഈ സെമി സിന്തറ്റിക് പെടുന്ന ഒരു ഒപ്പിയോയിഡാണ് ഈ ഹെറോയിൻ എന്ന് പറയുന്ന ഡയസീഥൈൽ മോർഫിൻ. മോർഫിൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒപ്പിയോയിഡാണ്. അതിൻ്റെ ഒരു വേരിയേഷനാണ് ഡയസീഥൈൽ മോർഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയസീഥൈൽ മോർഫിൻ്റെ വേറൊരു പേരാണ് ഹെറോയിൻ. ഹെറോയിനാണ് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഹെറോയിൻ. ഓക്കെ, കാരണം അത് നമ്മളങ്ങനെ മെഡിസിനായിട്ട് അധികം ഉപയോഗിക്കപ്പെടുന്നില്ല. അത് കൂടുതലും ആൾക്കാർ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഇങ്ങനെ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മളധികം സെമി സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അധികം ട്രീറ്റ്മെൻറ്റ് സെഷനിൽ ഉപയോഗിക്കുന്നില്ല. സിന്തറ്റിക് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, സോ അതിൻ്റെ ഒപ്പിയോയിഡ്സിൻ്റെ 3 കാറ്റഗറി. അതിനകത്ത് നാച്ചുറൽ ഒപ്പിയോയിഡിൽ പെടുന്ന മെഡിസിനാണ് മോർഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നാച്ചുറൽ ഒപ്പിയോയിഡ് മെഡിസിനാണ് ഈ പറഞ്ഞ മോർഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, മെയിനായിട്ടുള്ള കാര്യം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആക്ഷൻ വരുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിപ്രസൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിപ്രഷൻ ആക്ഷൻ വരുന്ന ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഡിപ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അനാൽജസിക് എഫക്റ്റ് വരുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് വരുന്നത്? മോർഫിൻ ഇൻക്രീസസ് ദ പെയിൻ ത്രഷോൾഡിനെ കൂട്ടുന്നു. പെയിൻ ത്രഷോൾഡിനെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ പെയിൻ ടോളറൻസ് ലിമിറ്റ് കൂടും. ഓക്കെ, സോ പെയിൻ ടോളറൻസ് നമ്മൾക്ക് കൂടുമ്പോൾ നമ്മൾ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറയും. ഓക്കെ, അങ്ങനെയാണ് അത് അനാൽജസിക് എഫക്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു ഡിപ്രഷൻ ആക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പെയിൻ ത്രഷോൾഡ് കൂടുന്നു, പെയിൻ എക്സ്പീരിയൻസ് കുറയുന്നു. അതായത് അനാൽജസിക് എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, മോർഫിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്തുവാ? ഒരു സെഡേഷൻ അല്ലേ? അപ്പോൾ ഇതിനൊരു സെഡേഷൻ എഫക്റ്റ് ഉണ്ട്. മൊത്തത്തിലൊരു മയക്കം നമുക്ക് ഫീൽ ചെയ്യും. അത് ഇതിൻ്റെ രണ്ടാമത്തെ എഫക്റ്റ്. മൂന്നാമത്തെ കാര്യം, ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഡിപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ വൈറ്റൽ ഫങ്ഷൻ മൊത്തം തന്നെ ഡിപ്രസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്താ? റെസ്പിറേഷൻ.
അപ്പോൾ മോർഫിൻ വന്നിട്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ റെസ്പിറേഷൻ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കുറയും. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് റെസ്പിറേഷനും കുറയും. ഓക്കെ, അങ്ങനെ ഒരു റെസ്പിറേറ്ററി ഡിപ്രസൻ്റ് ആക്ഷൻ മോർഫിന് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു കഫ് റിഫ്ലെക്സിൻ്റെ ഡിപ്രഷനും വരുന്നുണ്ട്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഈ കഫ് റിഫ്ലെക്സ്. എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ റെസ്പിറേറ്ററി വേയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളാനുള്ള മെത്തേഡ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോകാതിരിക്കാനായിട്ട്, ലങ്സിൽ പോകാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷറാണ് ഈ കഫ് റിഫ്ലെക്സ്. പക്ഷേ മോർഫിൻ വന്നിട്ട് ഈ കഫ് റിഫ്ലെക്സിനെയും ഡിപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ കൂടെ ഇതിന് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ റെസ്പിറേഷൻ പറഞ്ഞു. അടുത്തത് BP. റെസ്പിറേറ്ററി ഡിപ്രഷൻ പോലെ തന്നെ നമ്മുടെ BPയും ബ്ലഡ് പ്രഷറും മോർഫിൻ എടുക്കുമ്പോൾ കുറയും. ഓക്കെ, സോ കാരണം വാസോമോട്ടോർ എഫക്റ്റ് ഉണ്ട്. വാസോമോട്ടോർ എഫക്റ്റിൻ്റെ ഫലമായിട്ട് ഇതിന് വാസോ ഡയലേഷൻ സംഭവിക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേഷൻ ആകും. ഓക്കെ, അങ്ങനെ വാസോമോട്ടോർ എഫക്റ്റിൻ്റെ ഫലമായിട്ട് വാസോ ഡയലേഷൻ സംഭവിക്കുന്നു. വാസോ ഡയലേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് BP കുറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് കുറയില്ല. അത് തെറാപ്യൂട്ടിക് ലിമിറ്റിലാണെങ്കിൽ BP കൺട്രോൾഡ് ആയിട്ട് പോകും. പക്ഷേ ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ BP പെട്ടെന്ന് ഫോളോ ആകും. ഓക്കെ, സോ അങ്ങനെ റെസ്പിറേഷൻ കുറയും, ബ്ലഡ് പ്രഷർ കുറയും. പിന്നെ ഇതിന് എന്താ പറയുക, നമ്മുടെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്റ്റിമുലൻ്റ് ആക്ഷൻ വരുന്നുണ്ട്. സ്റ്റിമുലൻ്റ് ആക്ഷൻ വരുന്നതിൻ്റെ ഫലമായിട്ട് വാഗൽ നെർവ് സ്റ്റിമുലേഷൻ വരും. വാഗൽ നെർവ് സ്റ്റിമുലേഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ബ്രാഡിക്കാർഡിയ വരും. പേഷ്യൻ്റെ പൾസും കുറയും. ഓക്കെ, സോ വാഗൽ നെർവ് സ്റ്റിമുലേഷൻ വരുമ്പോൾ ബ്രാഡിക്കാർഡിയ വരും, അപ്പോൾ പൾസും കുറയും. അങ്ങനെ നമ്മുടെ റെസ്പിറേഷൻ കുറയുന്നു, പൾസ് കുറയുന്നു, BP കുറയുന്നു. ഇനിയുള്ളത് ടെമ്പറേച്ചറും കുറയും. കാരണം മോർഫിൻ വന്നിട്ട് നമ്മളുടെ തെർമോ റെഗുലേഷൻ സെൻറ്റർ ആയിട്ടുള്ള ഹൈപ്പോതലാമസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോതലാമസിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ ഡിപ്രസ് ആകും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടെമ്പറേച്ചറും കുറയും. അങ്ങനെ നമ്മുടെ വൈറ്റൽ സൈൻസ് എല്ലാം തന്നെ കുറയ്ക്കാനായിട്ട് ഈ മോർഫിൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് കൂടിയുണ്ട്. ഈ മോർഫിൻ എടുക്കുന്ന സമയത്തേക്കും യൂഫോറിക് എഫക്റ്റ് ഉണ്ടാകും. യൂഫോറിയ, വാട്ട് ഈസ് യൂഫോറിയ? ഇലേഷൻ ഓഫ് മൂഡ്. നമ്മുടെ മൂഡിനെ ഹൈ ആക്കി കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്ക് മൂഡ് എലിവേഷൻ ഉണ്ടാകും, ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടും. അതാണ് യൂഫോറിയ. അപ്പോൾ യൂഫോറിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് മോർഫിൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് തോന്നും. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് മൂഡ് റിലാക്സൻ്റ് ആയിട്ട് തോന്നും. അവർക്ക് ദേ ഫീൽ വെരി കാം, ക്വയറ്റ് ആൻഡ് ഹാപ്പി മൂഡ്. അത് ഈ മോർഫിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു എഫക്റ്റാണ്. അത് വേറൊരു കാരണം. ഓക്കെ, ഇതൊക്കെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി വന്നിട്ട് നേരെ GI ട്രാക്റ്റിൽ. അപ്പോൾ ഇത് വന്നിട്ട് GI ട്രാക്റ്റിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യാം? ഇത് വന്നിട്ട് മൊത്തത്തിലൊരു ഡിപ്രസൻ്റ് ആക്ഷനാണുള്ളത്. അപ്പോൾ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും ഒക്കെ ഡിപ്രസ് ആവുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരും. ഓക്കെ, പേഷ്യൻ്റ് കോൺസ്റ്റിപ്പേഷൻ വരും. പിന്നെ ഒരു ഡിപ്രഷൻ ഇത് കാരണം നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ തന്നെ കുറഞ്ഞു പോകും. ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറയും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ റിഫ്ലക്സസ് ഒക്കെ ഇല്ലേ, ഈ റിഫ്ലക്സിനെയൊക്കെ സ്പാസം ചുരുക്കിക്കളയും. ഓക്കെ, സോ സ്പിങ്ചർ സ്പാസം വരും. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആ സ്പിങ്ചർ, അതിൻ്റെ ഒരു കൺട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു ഇതിനെയൊക്കെ സ്പാസം വന്ന് അത് ചുരുങ്ങി മൊത്തത്തിൽ ഇരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ആക്ഷൻ കൂടെ ഈ GI ട്രാക്റ്റിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ കാർഡിയോവാസ്കുലാറിൽ പറയാനാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രാഡിക്കാർഡിയ, പിന്നെ BP കുറയാനുള്ള കാരണമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ വാസോമോട്ടോർ ഫങ്ഷനിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ ഇത് ഹൈപ്പോതലാമസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന FSH, LH, ACTH, അതായത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ല്യൂട്ടിനൈസിങ് ഹോർമോൺ, അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഇതൊക്കെ തന്നെ കുറഞ്ഞു പോകും. ഓക്കെ, ഇത് കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണും ഗ്രോത്ത് ഹോർമോണും ഒക്കെ ഇൻക്രീസ് ആകാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ മെഡിസിൻസ് ഒക്കെ എന്തായാലും കുറഞ്ഞ സമയത്തേക്ക്, ഒരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെയൊക്കെ സമയത്തോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്യൂറേഷനിലേക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എൻഡോക്രൈനിനെ ഒരുപാട് അങ്ങ് അഫക്റ്റ് ചെയ്യുന്നില്ല. ആ മെഡിസിൻ കൊടുക്കുന്ന ഒരു ചെറിയ ഡ്യൂറേഷനിലേക്ക് മാത്രമേ അതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ചെറിയൊരു എൻഡോക്രൈൻ ഫങ്ഷനും കൂടെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. പിന്നെ അതർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇത് നമ്മുടെ കണ്ണിന് മിയോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. മിയോസിസ് എന്തുവാ? ഈ പറഞ്ഞ ഇത് നമ്മുടെ പ്യൂപ്പിൾസ് വന്നിട്ട് കൺസ്ട്രിക്റ്റ് ആയി പോകും. ഓക്കെ, സോ നമ്മൾ
പ്യൂപ്പിൾസ് കൺസ്ട്രിക്റ്റായി ചുരുങ്ങി ഇരിക്കും. ഓക്കെ, സോ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഡയലേഷൻ ഉണ്ടാവണ്ടേ, ഡയലേഷനും കൺട്രാക്ഷനൊക്കെ വരത്തില്ലേ, പ്യൂപ്പിലറി റിയാക്ഷൻ നോക്കത്തില്ലേ. പക്ഷേ ഇവിടെ മോർഫിൻ ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും ഓൾറെഡി ഇത് കൺട്രാക്റ്റഡ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. പിൻ പോയിൻ്റ് പ്യൂപ്പിൾസ് ആയിരിക്കും, പിൻ പോയിൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ഇത് റെറ്റിനൽ റിയാക്ഷനൊക്കെ കാണത്തുള്ളൂ. ഓക്കെ, ദെൻ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇത് മോർഫിൻ ഉപയോഗിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് അവരുടെ യൂറിനറി ബ്ലാഡറിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാഡറിന് വന്നിട്ട് ബ്ലാഡറൊക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും, അതായത് ബ്ലാഡർ കൺട്രാക്റ്റ് ആവുന്നത് കുറയും, ഡിഫിക്കൽട്ടി ഇൻ മിക്ചുറേഷൻ വരും, അതായത് യൂറിൻ പാസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും, യൂറിൻ റീടെൻഷൻ ഉണ്ടാകും. അതായത് ബ്ലാഡർ ചുരുങ്ങത്തില്ല, ബ്ലാഡർ ചുരുങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, യൂറിൻ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും, അവിടെ തന്നെ കിടക്കും. അപ്പോൾ പേഷ്യൻറ്റിന് ബ്ലാഡർ ഫുള്ളായിരിക്കുന്ന ഫീലായിരിക്കും എപ്പോഴും തന്നെ ഉണ്ടാവുക. ഓക്കെ, സോ അർജൻസി ഓഫ് യൂറിനേഷൻ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. പക്ഷേ ബാത്റൂമിൽ പോയാലും ഈ ബ്ലാഡർ ചുരുങ്ങാത്തതിൻ്റെ ഫലമായിട്ട് യൂറിൻ പോകത്തില്ല, യൂറിൻ റിട്ടേൺ ആയിട്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ആക്ഷനുകളിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡിക്കേഷൻസാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെയാണ് മോർഫിൻ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അനാൽജസിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സമയത്താണ് അനാൽജസിക് ആയിട്ട് കൊടുക്കുന്നത്? സിവിയർ പെയിൻ ഉള്ള സമയത്ത്, ഏതെങ്കിലും ആക്സിഡൻറ്റ്, ട്രോമ, അല്ലെങ്കിൽ പെട്ടെന്നൊരു നാച്ചുറൽ കലാമിറ്റി ലൈക്ക് എർത്ത്ക്വീക്ക് പോലെയൊക്കെയുള്ള നാച്ചുറൽ കലാമിറ്റി, ഒന്ന് സിവിയർ ഇഞ്ചുറി ഒക്കെ ആയിട്ടുള്ള വരുന്ന പേഷ്യൻസിന് മോർഫിൻ കൊടുക്കാം. 2, ഇസ്കീമിയ, MI ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് സിവിയർ പെയിനിന് മാനേജ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. ഓക്സിജൻ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് കൂടുതൽ ഫങ്ഷൻ ചെയ്യണം. പക്ഷേ ഓൾറെഡി MI ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആ പേഷ്യൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ ഡിമാൻഡിനെ കുറയ്ക്കാനായിട്ട്, ഹാർട്ടിൻ്റെ ഡിമാൻഡിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് പെയിൻ മാനേജ്മെൻറ്റായിട്ട് മോർഫിൻ കൊടുക്കാവുന്നതാണ്. പിന്നെ സിവിയർ ബേൺസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മോർഫിൻ നമുക്ക് കൊടുക്കാം. പിന്നെ എവിടെയാണ് ഇത് കേൾക്കുന്നത്? ടെർമിനലി ഇൽ പേഷ്യൻസ്, അതായത് പാലിയേറ്റീവ് കെയറിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ എൻഡ് സ്റ്റേജിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പെയിൻ മാനേജ്മെൻറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ള സമയത്ത് നമുക്ക് പേഷ്യൻ്റ് കൺട്രോൾഡ് അനാൽജസിയ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മോർഫിൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രീ അനസ്തെറ്റിക് മെഡിസിനായിട്ട്, ഓക്കെ, ഏതെങ്കിലും സർജറിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള പെയിൻ മെഡിസിനായിട്ട് നമുക്ക് മോർഫിൻ കൊടുക്കാം. പോസ്റ്റ് സർജിക്കൽ പ്രൊസീജിയറിന് ശേഷമുള്ള പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് മോർഫിൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ പ്രീ അനസ്തെറ്റിക് ആയിട്ട് പോസ്റ്റ് സർജിക്കൽ പ്രൊസീജിയറിന് ശേഷമൊക്കെയുള്ള പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് മോർഫിൻ കൊടുക്കാം. പിന്നെ ഈ വിദേശങ്ങളിലൊക്കെ മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദയാവധം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഓക്കെ, സോ വേറെ മാനേജ്മെൻ്റ് ഒന്നുമില്ല, ഓൾഡ് ഏജ് ആയി വേറെ മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല, അവർ മേഴ്സി കില്ലിംഗ്. ഓക്കെ, സോ അത് അൾട്ടിമേറ്റ്ലി കില്ല് ചെയ്യുകയാണ്, വേദനയില്ലാത്തൊരു മരണം എന്ന് പറയുന്ന അവസ്ഥ. ദയാവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലോ ഇൻഫ്യൂഷനായിട്ട് മോർഫിൻ കൊടുക്കുന്നതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഈ ICU സൈക്കോസിസ് ഒക്കെ, നമ്മുടെ ICUവിലൊക്കെ ഏതെങ്കിലും സിവിയർ സർജിക്കൽ പ്രൊസീജിയറൊക്കെ, ഒരുപാട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻ്റ്, വെൻറ്റിലേറ്റർ, ICD ഇൻറ്റ്യൂബേഷൻ, ICDയും ഇൻറ്റ്യൂബേഷനും ഒരുപാട് മെഷീൻസും ട്യൂബിങ്സും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ അവർക്ക് സൈക്കോസിസ് പോലുള്ള അവസ്ഥ വരും. അപ്പോൾ പേഷ്യൻ്റ് ഒരുപാട് അഗ്രസീവായിട്ടുള്ള, ഇറിറ്റബിളായിട്ട് അഗ്രസീവായിട്ടൊക്കെ ഉള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്കും അവരെ കാം ആൻഡ് ക്വയറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ചെറിയൊരു സെഡേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മോർഫിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഡിക്കേഷൻസ് പറയാനുള്ളത്. അടുത്ത കോൺട്രാ ഇൻഡിക്കേഷൻ. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേഷനിൽ മെയിനായിട്ടുള്ളത് ആബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷനാണ് ഹെഡ് ഇഞ്ചുറി. ഓക്കെ, ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന് നമുക്ക് മോർഫിൻ ഉപയോഗിക്കാൻ പാടില്ല, സ്ട്രിക്ട്ലി പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ ഹൈ ആയിരിക്കും. ഇൻട്രാക്രേനിയൽ പ്രഷർ ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് ബ്രെയിൻ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. ഓൾറെഡി ഹെഡ് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഇൻക്രീസ്ഡ് ICP വരും. ഇൻക്രീസ്ഡ് ICPയുടെ ഫലമായിട്ട് അവരുടെ പൾസ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകും, പൾസ് കുറയും, BP കുറയും, അങ്ങനെയുള്ള നമ്മുടെ വൈറ്റൽ ഫങ്ഷനെയൊക്കെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല മോർഫിൻ കൊടുക്കുമ്പോൾ മോർഫിനും ഇതേ സെയിം റെസ്പിറേറ്ററി ഡിപ്രഷൻ, BP കുറയുക, ഇങ്ങനെയുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ ഫലമായിട്ട് പേഷ്യൻ്റ് കൊളാപ്സ് ആവാനുള്ള, മോർഫിൻ കൂടെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൊളാപ്സ് ആകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിൻ്റെ ഒരു ഭാഗമായിട്ട്, മോർഫിൻ കൊടുത്തു കഴിയുന്ന പേഷ്യൻറ്റിന്
കാർബൺ ഡൈ ഓക്സൈഡ് റീടെൻഷൻ ഉണ്ടാകും. ഓക്കെ, റെസ്പിറേറ്ററി ഡിപ്രഷൻ വരുന്ന കാരണം റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ കുറയും. അതിൻ്റെ ഫലമായിട്ട് CO2 റിട്ടൻഷൻ ഉണ്ടാകും. അപ്പോൾ CO2 റിട്ടൻഷൻ കൂടി ഉണ്ടാകുമ്പോഴത്തേക്കും ഓൾറെഡി അവരുടെ റെസ്പിറേറ്ററി മെറ്റബോളിസത്തിനെയൊക്കെ ബാധിക്കും. റെസ്പിറേറ്ററി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അസിഡോസിസ് ഉണ്ടാകും. ഓക്കെ, സോ അങ്ങനെ വീണ്ടും പേഷ്യൻ്റ് കൊളാപ്സ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന് സ്ട്രിക്ട്ലി മോർഫിൻ അവോയ്ഡ് ചെയ്യണം. വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർഫിൻ ഓൾറെഡി ഹെഡ് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ നമുക്ക് GCS സ്കെയിലിൽ നോക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റെ കോൺഷ്യസ് ലെവൽ, ഓൾട്ടേർഡ് സെൻസോറിയം, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഗ്ലാസ്കോക്കോമ സ്കെയിൽ, ഓക്കെ, അവരെത്രത്തോളം കോൺഷ്യസ് ഓറിയൻറ്റഡ് ആണെന്നൊക്കെ അറിയണം പറ്റണം. പക്ഷേ മോർഫിൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അതൊരു സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ്. മോർഫിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ സെഡേറ്റഡ് ആയി പോകും. അവരുടെ കോൺഷ്യസ് ഓറിയൻറ്റേഷൻ ലെവലൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. GCS സ്കോർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന് മോർഫിൻ കൊടുക്കത്തില്ല. ഓക്കെ, രണ്ടാമത്തെ ഇനി ബാക്കിയുള്ള നമ്മളുടെ കോൺട്രാൻഡിക്കേഷൻസ് എങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, പക്ഷേ എന്താണ് റീസൺ എന്നറിയാം. എത്ര സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ആണെന്ന് പറഞ്ഞാലും എക്സാക്റ്റ് കാരണം എന്താണെന്നറിയാതെ നമുക്ക് മോർഫിൻ ഒരു പെയിൻ കില്ലറായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ GI ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മോർഫിൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് കീമോ റിസപ്റ്റേഴ്സിനെ ട്രിഗർ ചെയ്യുമ്പോൾ നോസിയ, വോമിറ്റിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും തരത്തിലുള്ള കാർഡിയ കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക്, ലിവർ ഫെയിലിയർ, റീനൽ ഫെയിലിയർ, അങ്ങനെ സിവിയർ ഓർഗൻ ഡാമേജ് ഒക്കെ ഉള്ളവർക്കും നമ്മൾക്ക് മോർഫിൻ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കോൺട്രാൻഡിക്കേഷൻസിനകത്ത് വരും. പിന്നെ സിവിയർ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് ആസ്മ, COPD അങ്ങനെയുള്ളവർക്ക്, കാരണം മോർഫിൻ്റെ ഒരു വളരെ വലിയൊരു സൈഡ് എഫക്റ്റാണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഓക്കെ, സോ അങ്ങനെ ഓൾറെഡി റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ അങ്ങനെ ഒരു ഫലമുള്ളത് കൊണ്ട് തന്നെ ആസ്മയോ മറ്റെന്തെങ്കിലും COPDയോ ബ്രോങ്കൈറ്റിസോ ഒക്കെ ഒരു ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ, ഓൾറെഡി റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് മോർഫിൻ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു മോർഫിന് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ എഫക്റ്റ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അതിനൊരു മോർഫിൻ നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹിസ്റ്റമൈൻസ് എന്തുവാ? അലർജി ഉണ്ടാക്കുന്ന സാധനമാണ്. അലർജിക് റിയാക്ഷൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സാധനമാണ് ഹിസ്റ്റമൈൻസ്. ഓക്കെ, അപ്പോൾ മോർഫിൻ ഈ ഹിസ്റ്റമൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിസ്റ്റമൈൻസ് ഒരു തരത്തിൽ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഫലമായിട്ട് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. റെസ്പിറേറ്ററി ഡിപ്രഷൻ്റെ കൂടെ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ കൂടെ വരുമ്പോഴത്തേക്കും അവർക്ക് ബ്രീത്ത് കിട്ടാത്ത ഒരവസ്ഥ വരും. ഓക്കെ, അതുകൊണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കും മോർഫിൻ നമ്മൾ ഉപയോഗിക്കത്തില്ല. വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആയിരിക്കും സെഡേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ്റെ അകത്ത് വരുന്നത്. പിന്നെ സൈഡ് എഫക്ട്സ് പറയാനാണെങ്കിൽ മെയിനായിട്ടും ഇത് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗാണ്. കാരണം സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ വെൽബീയിങ്ങും ഫീൽ ചെയ്യും, ഫിസിക്കലി ദേ ഫീൽ ഹാപ്പി. സോ അതുകൊണ്ട് തന്നെ അവർ ഓവർ ഡിപ്പെൻഡൻസ് ആകും. പിന്നെ ലേറ്റർ ഓൺ ഇവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് പാലിയേറ്റീവ് കെയറിലൊക്കെ പെയിൻ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ് അവർക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പം ഒരു 2.5 mg പെർ ഡോസ് ആയിരിക്കും അവർ പെർ ഡേ. ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അവർ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർക്കൊരു ഡിപ്പെൻഡൻസി ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ, അവർക്ക് ടോളറൻസ് ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ 2.5 mg പിന്നെ കൊടുക്കുമ്പോൾ അവർക്ക് ആ പെയിൻ കുറയുന്നില്ല, അവർക്കത് പോരാ എന്ന് തോന്നും. പിന്നെ ആ 2.5 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് അവർക്ക് ചിലപ്പോൾ 5 mg കൊടുക്കുമ്പോഴായിരിക്കും കിട്ടുക. അങ്ങനെ അവർക്ക് ഒരു ടോളറൻസ് ഡെവലപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള, ഡിപ്പെൻഡൻസി ഡെവലപ്പ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെയുള്ള സൈഡ് എഫക്ട്സ് സാധാരണ പോലെ നമ്മുടെ സെഡേഷൻ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, റെസ്പിറേറ്ററി ഡിപ്രഷൻ കാരണം വരാനുള്ള മറ്റ് പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, സംടൈംസ് ഇത് നമ്മുടെ റെസ്പിറേറ്ററി ഡിപ്രഷൻ വരുന്ന കാരണം എന്ത് സംഭവിക്കും? അക്യൂട്ട് മോർഫിൻ പോയ്സണിങ് വരാം. ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ അക്യൂട്ട് മോർഫിൻ പോയ്സണിങ് വരാം. അക്യൂട്ട് മോർഫിൻ പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് റെസ്പിറേറ്ററി ഡിപ്രഷൻ വരും, റെസ്പിറേറ്ററി അറസ്റ്റ് പോകാം, പേഷ്യൻറ്റിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് റിറ്റൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് സയനോസിസ് വരും. ഓക്കെ, സോ സയനോസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ കൺവൾഷൻ വരാം, കോമ പോകാം പേഷ്യൻ്റ്, മേ ബി ഈവൻ ഡെത്ത് ക്യാൻ ഓൾസോ ഹാപ്പൻ. കാരണം അവർ ആ ഒരു സെഡേറ്റഡ് എഫക്റ്റ് ആയത് കാരണം
നമ്മൾക്ക് ചിലപ്പോൾ അവരുടെ ചേഞ്ചസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. പേഷ്യൻ്റ് ഓൾറെഡി സെഡേറ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, എനിക്ക് നോസിയ വരുന്നു, എനിക്ക് വോമിറ്റിംഗ് വരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ കൺവൾഷനും കോമയും ഒക്കെ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. ഓക്കെ, സോ പിന്നെ ഇവരുടെ നമുക്ക് ഓവർഡോസ് ഉണ്ടോ അല്ലെങ്കിൽ മോർഫിൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിൻ പോയിൻറ്റ് പ്യൂപ്പിൾസ്. ഓക്കെ, സോ നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരും ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും അവർ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാൻ പറ്റുന്ന, എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യം അവരുടെ ഐ നോക്കിക്കഴിഞ്ഞാൽ, പ്യൂപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ PERL പ്യൂപ്പിൾ റിയാക്ഷൻ നോക്കുമല്ലോ എഗെയിൻസ്റ്റ് ലൈറ്റ്. അപ്പോൾ പ്യൂപ്പിൾസ് വന്നിട്ട് പിൻ പോയിൻ്റ് പ്യൂപ്പിൾസ് ആയിരിക്കും ഈ ഓവർഡോസ് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മോർഫിൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ സൈഡ് എഫക്റ്റിൻ്റെ കാര്യത്തിൽ വരുന്നതാണ്. കൺവൾഷനെയൊക്കെ ട്രിഗർ ചെയ്യും, റെസ്പിറേഷനെ എഫക്റ്റ് ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ, നോസിയ, വോമിറ്റിംഗ് എല്ലാം വരും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ടോളറൻസ് ഡെവലപ്പ് ആകുന്ന കാര്യവും നമുക്ക് അഡ്വേഴ്സ് റിയാക്ഷനാണ്. കാരണം ആദ്യം നമ്മൾ പറഞ്ഞു 2.5 mg കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കത് അത് അവരുടെ പെയിനോ അവരുടെ പ്രോബ്ലംസോ ആ ഒരു ദിവസത്തേക്ക് മുഴുവൻ അവർക്കത് ചിലപ്പം ഒരു സെഡേഷൻ എഫക്റ്റ് കൊടുത്തേക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് പിന്നെ ഈ 2.5 mg കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു എഫക്റ്റും തോന്നത്തില്ല. അവരുടെ ബോഡി അതിനോട് ടോളറേറ്റ് ആയി, അത് ബോഡി വന്നിട്ട് അതൊരു അത്രയും കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഡോസ് ഇൻക്രീസ് ചെയ്ത് 5 mg ആക്കും. 5 mg കഴിക്കുമ്പോഴായിരിക്കും നേരത്തെ അവർ 2.5 mg കഴിക്കുമ്പോൾ ഉള്ള എഫക്റ്റ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, സോ അതൊരു ടോളറൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി അവർക്ക് ഡെവലപ്പ് ആവുന്നതിൻ്റെ ഫലമാണ്. ഇതൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ മോർഫിൻ്റെ ആക്ഷൻ, അതിൻ്റെ ഇൻഡിക്കേഷൻസ്, കോൺട്രാഇൻഡിക്കേഷൻസ്, അഡ്വേഴ്സ് എഫക്റ്റ് വരെ പറഞ്ഞു. ഓക്കെ, സോ ഇനി മോർഫിൻ്റെ ഒരു ലീത്തൽ എഫക്റ്റ് ഉണ്ട്. ലീത്തൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ഡോസ്. 250 mg ആണ് ഇറ്റ് ഈസ് കൺസിഡർ. ഓക്കെ, 250 mg. അടുത്തത് ഇപ്പോൾ നമ്മൾ കോൺട്രാഇൻഡിക്കേഷൻ കഴിഞ്ഞു, സൈഡ് എഫക്ട്സ് കഴിഞ്ഞു. അടുത്തത് ഡ്രഗ് ഇൻ്ററാക്ഷൻ. ഓക്കെ, സോ ഡ്രഗ് ഇൻ്ററാക്ഷൻ പറയുമ്പോഴത്തേക്കും മോർഫിൻ when the morphine is given with other opioid analgesics, the effects of morphine will be very high. എന്ന് വെച്ചാൽ മോർഫിൻ മറ്റ് ഒപ്പിയോയിഡ്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെഡേഷൻ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല റെസ്പിറേറ്ററി ഡിപ്രഷനും കോമയ്ക്കും ഒക്കെയുള്ള റിസ്ക് 10 മടങ്ങ് കൂടുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ഒപ്പിയോയിഡ്സിൻ്റെ കൂടെ കൊടുക്കില്ല എന്നല്ല, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഡോസ് കാൽക്കുലേഷനും കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും ഒക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം സെഡേഷൻ എഫക്റ്റ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ എഫക്റ്റ്, കോമ ചാൻസ് ഇതെല്ലാം തന്നെ വളരെ കൂടുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു കാര്യം. പിന്നെ മോർഫിൻ വന്നിട്ട് വെൻ ഇറ്റ് ഈസ് ഗിവൺ വിത്ത് MAOI, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൻറ്റിഡിപ്രസൻറ്റിൻ്റെ ഒരു കാറ്റഗറിയാണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ. അപ്പോൾ ഈ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ആൻറ്റിഡിപ്രസൻറ്റിൻ്റെ കൂട്ടത്തിൽ മോർഫിൻ കൊടുക്കുമ്പോൾ there is a chance for life threatening complication, that is nothing but hypertensive crisis. ഓക്കെ, സോ അതായത് ആൻറ്റിഡിപ്രസൻറ്റിൻ്റെ കൂട്ടത്തിൽ മോർഫിൻ കൊടുക്കുകയാണെങ്കിൽ, അത് സ്പെസിഫിക്കലി MAOIയുടെ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഹൈപ്പർടെൻഷൻ്റേതായിട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻ, ബ്ലീഡിങ് ടെൻഡൻസിയോ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ MAOIയുടെ കൂട്ടത്തിൽ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ലിവർ ടോക്സിസിറ്റി ഉള്ള മെഡിസിൻസിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ, അതായത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ മെഡിസിൻസ്, അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ലിവർ ടോക്സിസിറ്റി പോസിബിലിറ്റി ഉള്ള മെഡിസിൻസിൻ്റെ കൂട്ടത്തിൽ മോർഫിൻ കൊടുക്കുമ്പോഴും പേഷ്യൻറ്റിന് പെട്ടെന്ന് ബ്ലീഡിങ് ടെൻഡൻസിയോ കോംപ്ലിക്കേഷൻസോ ഒക്കെ ഡെവലപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ കൂട്ടത്തിൽ വരുന്നത്. അറ്റ് ലാസ്റ്റ് we are going to discuss about nurses responsibility. അടുത്തത് nurses responsibility. നേഴ്സുമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നഴ്സസ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. മോർഫിൻ്റെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്,
പെയിൻ മെഡിക്കേഷനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പെയിൻ മെഡിക്കേഷനായിട്ടാണ് മോർഫിൻ നമ്മളിവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെയിൻ സ്കെയിൽ വെച്ച് പെയിൻ അസസ്മെൻറ്റ് നടത്തി ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പെയിൻ ഇല്ലെങ്കിലും അവർക്ക് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ഡിപ്പെൻഡൻസി ഡെവലപ്പാകും, അല്ലെങ്കിൽ അതൊരു അബ്യൂസിലേക്ക് പോകാം, ടോളറൻസ് ഡെവലപ്പാകും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിനെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് പെയിൻ ഉള്ള സമയത്ത്, അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഓറൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ, അതായത് ടാബ്ലറ്റ് മോർഫിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് ഫുഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡേ കൊടുക്കാവുള്ളൂ. ബിഫോർ ഫുഡൊക്കെ വിത്തൗട്ട് ഫുഡാണ്, എംപ്റ്റി സ്റ്റൊമക്കിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മോർഫിൻ എടുക്കുന്നയാൾക്ക് റെസ്പിറേറ്ററി ഡിപ്രഷൻ്റെ സാധ്യതകളുണ്ട്. ബിക്കോസ് ഓഫ് സെഡീഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്, റെസ്പിറേറ്ററി ഡെപ്ത് ഓഫ് റെസ്പിറേഷനും എല്ലാം കുറയും. അതുപോലെ BPയും കുറയാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു മോണിറ്റർ ദ വൈറ്റൽ സൈൻസ് thoroughly ആൻഡ് റെക്കോർഡ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, ഈ വൈറ്റൽ സൈൻസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റെസ്പിറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല, വീണ്ടും പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല. പിന്നെ അസസ് ചെയ്യേണ്ട കാര്യം, പേഷ്യൻറ്റിന് സെഡേഷനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ഫാൾ പ്രിക്കോഷൻസ്, കട്ടിലയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ബെഡ് സൈഡ് റെയിൽസൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിരിക്കണം. പേഷ്യൻറ്റിൻ്റെ ഫാൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എല്ലാം തന്നെ എടുത്തിരിക്കണം. ഓക്കെ, അത് സെഡേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് കൺട്രോൾഡ് അനാൽജസിയയിലാണ് പേഷ്യൻ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഡോസ് ഓഫ് മോർഫിൻ ആയിരിക്കും അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ മോർഫിൻ പാച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ഉപയോഗിക്കാനായിട്ടാണ് കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള സമയത്തൊക്കെ പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിന് തറോ ഇൻഫർമേഷൻ കൊടുക്കുക. വെറുതെ യൂസ് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡൻസി ഡെവലപ്പാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാവുള്ളൂ. അതിനൊരു പ്രോപ്പർ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കണം. പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിക്കായിട്ടാണ് മോർഫിൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മോർഫിൻ ഉപയോഗിക്കുന്ന, അതായത് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഉപയോഗിക്കുന്ന IV ഇഞ്ചക്ഷനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ ഓവർഡോസ് വരാനുള്ള പോസിബിലിറ്റി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എപ്പോഴും അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന്, ഓക്കെ, സോ ടോക്സിക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള നലോക്സോൺ, ഇഞ്ചക്ഷൻ നലോക്സോൺ ഷുഡ് ബി റെഡി ഇൻ ദ ബെഡ് സൈഡ്. എപ്പോഴും റെഡി ആയിരിക്കണം. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓവർഡോസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നലോക്സോൺ കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. മോണിറ്റർ ഫോർ എനി സൈഡ് എഫക്ട്സ് ഈസ് പ്രസൻറ്റ്. നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെയാണ് സാധാരണ രീതിയിൽ വരുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ഡയറ്റിൽ ഫൈബർ റിച്ച് ഡയറ്റും മോർ ഫ്ലൂയിഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം ടു അവോയ്ഡ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, പിന്നെ ഡ്രൈവിങ്ങോ അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. പേഷ്യൻറ്റിന് സെഡേഷൻ ഉണ്ടാകും. അതുകൊണ്ട് വേറൊരു കാര്യം, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ്റെ റിസ്ക് ഉണ്ട് ഒപ്പിയോയിഡ്സ് എടുക്കുമ്പോൾ. അതുകൊണ്ട് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്, പെട്ടെന്ന് കിടക്കുന്ന വഴി പെട്ടെന്ന് എണീറ്റിരിക്കാനോ ഇരിക്കുന്ന വഴി പെട്ടെന്ന് ചാടി എണീറ്റ് നടക്കാനോ ഒന്നും പാടില്ല. ബിക്കോസ് ദർ ഈസ് റിസ്ക് ഫോർ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. പേഷ്യൻറ്റിന് ഗിഡിയായി താഴെ വീഴും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നിലേക്കൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വിത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്, വിത്ത് സപ്പോർട്ട് എണീക്കാനും നടക്കാനും ഒക്കെ നമ്മൾ പറയാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ കോൺഷ്യസ് ഓറിയൻറ്റേഷൻ ലെവൽ ഓഫ് ദ പേഷ്യൻ്റ് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും പറയാനുള്ള നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മോർഫിൻ. ഇനി ഒപ്പിയോയിഡ്സിനെ പറ്റി ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ മോർഫിൻ്റെ മെയിനായിട്ടുള്ള നമ്മളിപ്പോൾ വാട്ട് ഈസ് മോർഫിൻ, അതിൻ്റെ ആക്ഷൻ എന്താണ്, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്, ടോക്സിസിറ്റി കാരണം എന്തൊക്കെ സംഭവിക്കും, പിന്നെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് മോർഫിനെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.